ഉത്തരമാറ്റ പ്രകാശം നൽകുന്ന അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് PMSA പൂക്കോയത്തങ്ങൾ നഗരിയെ അഭിസംബോധനം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദിൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഹബീബിഹി സയ്യിദിനാ മുഹമ്മദിനിൽ അംജദ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ ആഖിറിൽ അബദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم. സമാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷത്തെ ജാമിയ സമ്മേളനത്തോടനുബന്ധിച്ച് ശ്രദ്ധേയമായി നാം സംഘടിപ്പിച്ച മുൽത്തഖത്ത് ദാരിസീൻ സംഗമത്തിൻ്റെ 2ാമത് സെഷനിലാണ് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ദഅവ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസക്തമായ ആലോചനകൾക്ക് വേണ്ടിയാണ് ഈ വേദി നീക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യനായ CK മൊയ്തീൻ ഫൈദി സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ സാലിം ഫൈദിയുടെ നഫ്ഹത്ത് ത്വയ്യിബക്ക് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സദസ്സാണിത്. പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന രംഗത്ത് ആധ്യാത്മിക വഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചെറിയ സൂചനകളിലൂടെ സംസാരം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദീനിന്റെ ദഅവ മേഖലയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏത് കാലഘട്ടത്തിലുള്ള ചരിത്രത്തിലും വേറിട്ട് നിൽക്കുന്ന സവിശേഷമായ സാന്നിധ്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം. വിശ്വോത്തരമായി മുസ്ലിം കേരളം വേറിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ജസീറത്തുൽ അറബിൽ നിന്ന് ഒരുപാട് അകലെ കിടക്കുന്ന പ്രദേശമായിട്ട് പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം ലഭിച്ചു എന്നതിലൂടെയാണ്. ഇന്ന് ആധുനിക അറബ് രാജ്യങ്ങളായി എണ്ണപ്പെടുന്ന പല പ്രദേശങ്ങളുടെ പോലും ചരിത്രം എടുത്ത് വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യപ്പെടും, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രാചീനത അവകാശപ്പെടാൻ കഴിയുന്ന ഇന്നത്തെ ഇസ്ലാമിന്റെ സാന്നിധ്യത്തിന്റെ തെളിവുകളായ സൂചനകളായ പല പ്രദേശങ്ങളിലും ഇസ്ലാം കടന്നു ചെന്നിട്ടില്ല. അതേ അവസരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളാൻ സൗഭാഗ്യം ലഭിച്ചു എന്ന സവിശേഷത കേരളത്തിന്, പ്രത്യേകിച്ച് മലബാറിന്റെ തീരത്തിനുണ്ട്. എന്നും നാം ആ വ്യതിരക്തത കാത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. പൗരാണികത അവകാശപ്പെടാൻ കഴിയുന്ന മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആവാഹിച്ചെടുത്ത ആശയങ്ങളെ, നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദർശത്തെ ഒരു കാലഘട്ടത്തിലും വ്യതിചലനങ്ങൾക്ക് വിധേയമാകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന അപൂർവമായ സംരക്ഷണം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഖാലിഖായ റബ്ബ് നൽകി എന്നുള്ളത് വസ്തുതയാണ്. ഇതിനു മുമ്പ് നടന്ന വിദ്യാഭ്യാസ സെഷനിൽ സംബന്ധിച്ചുകൊണ്ട് ബഹുമാനനായ കൊളത്തൂർ മൗലവി നമ്മുടെ മുന്നിൽ സമർപ്പിച്ച സംസാരത്തിലൂടെ പ്രത്യേകിച്ച് കേരളത്തിലെ പള്ളി ദർസുകൾ നമ്മുടെ പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ, ഗുരുനാഥന്മാരുടെ
വിവിധ തലങ്ങളിലുണ്ടായിരുന്ന അവരുടെ കഴിവും പ്രതിപാദനത്വവുമൊക്കെ കുറഞ്ഞ വാക്കുകളിലൂടെ അദ്ദേഹം സരളമായി സരസമായി നമ്മുടെ മുന്നിൽ ഗൗരവത്തോടുകൂടി ബോധ്യപ്പെടുത്തുകയുണ്ടായി. വിശ്വോത്തരമായി ലോകോത്തരമായ പണ്ഡിത തലങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ മാത്രമുള്ള എല്ലാ യോഗ്യതകളുമുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലപ്പോഴും അതൊരു വലിയ പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിക ദഅ്വാ രംഗങ്ങളെക്കുറിച്ചോ ഇസ്ലാമിക വൈജ്ഞാനങ്ങളുടെ വളർച്ചയെക്കുറിച്ചോ ഗവേഷണം നടത്തുന്ന വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെടാൻ മാത്രമുള്ള ഒരു തലങ്ങളായി കേരളത്തിലെ നമ്മുടെ ഇന്നലകൾ വളർന്നു പോകാതിരിക്കാനുള്ള കാരണം രചനാ രംഗത്തുള്ള നമ്മുടെ ഒരു അഭാവമാണ്, അസാന്നിധ്യമാണ്. കഴിവിനനുസരിച്ചുകൊണ്ട്, പ്രതിപാദനത്തിനനുസരിച്ചുകൊണ്ടുള്ള രചന തലങ്ങളിലേക്ക് നമ്മുടെ പൂർവ്വകാല അവസ്ഥകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ചു കൊണ്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അതേ അവസരം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളും വിരചിതമായ വൈജ്ഞാനിക തലങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ മേഖലകളിൽ നിന്നുകൊണ്ടുള്ള സംഭാവനകളുമൊക്കെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകോത്തര നിലവാരത്തിലുള്ള സംഭാവനകൾ ആ രംഗത്ത് സമർപ്പിക്കാൻ കേരളത്തിലെ മഹത്തുക്കളായ മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് നമുക്കതൊക്കെ കാണാനും വിലയിരുത്താനും സാധിക്കുന്നത്. പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന രംഗത്ത് ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും വേറിട്ട് നിൽക്കുന്നതാണ് ആധ്യാത്മികത. അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ സവിശേഷത, പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ഖാലിഖായ റബ്ബ് പൊരുത്തപ്പെട്ട സൃഷ്ടാവായ അള്ളാഹു തആല അംഗീകരിച്ച ഏക ആദർശമാണ്, പ്രത്യയശാസ്ത്രമാണ്, മതമാണ് പരിശുദ്ധമായ ദീൻ. ആ ദീനിന്റെ പ്രചാരണം, പ്രബോധനം അത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും ഉൾക്കൊണ്ട ആളുകളുടെ ജീവിതത്തിൽ വരുന്ന വൈകല്യങ്ങളിൽ ആവശ്യമായ വിധത്തിൽ ഇടപെട്ടുകൊണ്ട് തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടതും സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുമൊക്കെ പരിശുദ്ധമായ ദീനിന്റെ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. ആ തലങ്ങളിൽ, ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ അർപ്പിക്കാനും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനും കഴിയുന്ന വിഭാഗമാണ് മതപണ്ഡിതന്മാരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പള്ളി ദർസുകളുടെയൊക്കെ അവസ്ഥ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. മുതഅല്ലിമുകളാണ് ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നതിൽ 80% അധികം വരുന്ന ഈ സദസ്സ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒഴുക്കുകൾക്ക് നമ്മളൊക്കെ വിധേയമായി കൊണ്ടിരിക്കുന്നു. അതൊരു ഒരു വസ്തുതയും ഒരു പരമാർത്ഥവുമാണ്. ഒരു മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞിരിക്കാനും നിഷ്ക്രിയമായി നിൽക്കാനും സമയമില്ലാത്ത വിധമുള്ള ഒരു ജീവിതത്തിന്റെ ചുറ്റുപാടുകളാണ്, ചിട്ടയാണ്, വ്യവസ്ഥയാണ് നമുക്ക് നമ്മുടെ ഇന്നലകളുടെ അവസ്ഥകളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുതുതായി ദർസിലേക്ക് പ്രവേശിക്കുന്ന, മതവിദ്യാഭ്യാസ രംഗത്തേക്ക്, മതപഠന രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു മുതഅല്ലിമിനെ കുറിച്ച്, ഒരു മതവിദ്യാർത്ഥിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക്. മീസാനാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്ന മീസാൻ നഹ്വുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളൊക്കെ വിശകലനം ചെയ്താൽ ബോധ്യപ്പെടും. ഫഅലയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രവർത്തിക്കുക എന്നുള്ള തലത്തിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും ആദ്യ പടി തന്നെ, നമ്മുടെ ആദ്യ സ്റ്റെപ്പ് തന്നെ വെച്ചിട്ടുള്ളത്. അത് കേവലം ഒരു ഉദാഹരണമായിട്ട് വെക്കുന്നതല്ലല്ലോ. കേവലം ഒരു ഉദാഹരണത്തിന്റെ മനസ്സിലാക്കാനുള്ള സുഗമമായ വഴി എന്നുള്ളതിനപ്പുറം മഹത്തുക്കളായ ആളുകളുടെ ചിന്തകളിൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ ആശയ തലങ്ങൾ കൂടി സ്വാഭാവികമായും ഉണ്ടാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനമാണ്, സജീവമായ പ്രവർത്തനം. ഊണും ഉറക്കുമൊഴിച്ച് ഉറങ്ങുമ്പോഴും പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയും സ്വഭാവവും ശൈലിയുമാണ് ദീനി വിദ്യാഭ്യാസ രംഗത്ത്, മതപഠന രംഗത്ത് നമ്മുടെ പൂർവ്വപിതാക്കളും മുൻഗാമികളായ ആളുകളും ആവിഷ്കരിച്ച ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ നിരന്തരമായി പ്രവർത്തിക്കുന്ന, പഠിക്കുമ്പോഴും പഠന പ്രക്രിയകൾ ഏർപ്പെടുമ്പോഴും അതൊക്കെയും പൂർണ്ണമായും തന്റെ 2 ലോക ജീവിതത്തിനും ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ക്രമീകരണം നടത്തുക എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി, ഗൗരവത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന ഒരു കടമയാണ്, ഉത്തരവാദിത്വമാണ്. ജീവിക്കുന്ന കാലം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് 2 ലോകത്തും ഉപകരിക്കുന്ന വിധത്തിലേക്ക്, ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് ആകുന്ന ഒരു കാർക്കശ്യം, കണിശത സർവ്വ വിഷയങ്ങളിൽ നമ്മൾ ഉണ്ടാകുമ്പോഴേ സത്യത്തിൽ ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഫലപ്രദമായ രീതിയിലേക്ക് ഉഖ്റവിയും ദുന്യവിയുമായ തലങ്ങളിലുള്ള ഉപകാരത്തിന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നത്, നമ്മുടെയൊക്കെ മനസ്സിൽ
ദഅ്വാ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രബോധന പ്രചാരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ കണിശമായ ആലോചനകൾ ഉണ്ടാവേണ്ടതുണ്ട്. ദീനിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ അല്ലെങ്കിൽ ഒരു ഭൗതിക ആശയങ്ങളെ പോലെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതല്ല. ദീനിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, റൂഹുമായി ബന്ധപ്പെട്ടതാണ്, ആത്മാവും മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ദീനിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. ആ ആശയങ്ങൾ അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ചവനെ, ഉൾക്കൊണ്ടവനെ, ആവാഹിച്ചെടുത്തവനെ അതേ രീതിയിൽ അത് മറ്റുള്ളവർക്ക് സമർപ്പിച്ചു കൊടുക്കാനും പകർന്നു കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഒന്നാമതായി പ്രചാരണം നടത്തുന്ന ആളുകൾ, പ്രബോധനം നടത്തുന്ന ആളുകൾ പറയുന്ന ആശയങ്ങളുടെ, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ വാഹകനാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രഥമമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയായിട്ട് മഹാന്മാരായ ആളുകൾ, പൂർവ്വസൂരികളായ ആളുകൾ, മഹത്തുക്കളായ ആളുകൾ ഇത് സംബന്ധമായി നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. പഠിക്കുന്നതെന്തോ അത് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു വിധാനത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടെത്തിക്കുക, അതിന് പാകമാക്കുക, മനസ്സുകളെ പാകമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ തലങ്ങളിൽ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആധ്യാത്മിക തലങ്ങളിൽ കർക്കശമായ കണിശമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സൂഉൽ ഖുൽഖ്, ദുസ്വഭാവങ്ങളുടെ വിഭാടനത്തിന് വേണ്ടി, ദുസ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സിനെ സംസ്കരിക്കാനുള്ള വഴികൾ നിർദ്ദേശിക്കുമ്പോൾ ആ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്നത് ഇന്ന മസാവിൽ അഖ്ലാഖി കുല്ലിഹ തുആലജു ബിമഅജൂനിൽ ഇൽമി വൽ അമൽ. ഇൽമും അമലും സമ്മിശ്രമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമർപ്പണം, ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോഴേ ദുസ്വഭാവങ്ങളെ, മോശപ്പെട്ട സ്വഭാവങ്ങളെ ചികിത്സിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഭാഗത്ത് വളരെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. മുതഅല്ലിമുകൾ എന്നുള്ള നിലക്ക് ദീനി ദഅ്വാ രംഗത്ത് വളരെ കരുതലോടുകൂടിയുള്ള കാൽവെപ്പുകൾ നടത്തേണ്ടുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് ആസൂത്രിതമായി കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക് ഒന്നാമതായും പ്രഥമമായും പ്രാധാന്യത്തോടെയും നമ്മുടെ മനസ്സിൽ ഈ ആശയം ഉണ്ടാകേണ്ടതാണ്. പഠിച്ചെടുക്കുന്ന ആശയങ്ങൾ എന്തുണ്ടോ, ആ ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ ആ ആശയങ്ങൾ നമ്മുടെ കൂടി ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ഫർളായ അമലുകൾ നമ്മൾ നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ സുന്നത്തായ അമലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, ആമാല് സുന്നയെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അമലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി ചേർത്ത് പിടിക്കുക എന്നൊരു ശൈലി നമ്മിൽ ഉണ്ടാകുമ്പോഴേ ഭാവിയിൽ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. റവാത്തിബ് സുന്നത്ത് അടക്കമുള്ള, ഞാനത് വിശദീകരിക്കുകയല്ല, ഏതൊക്കെ സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ച്, അമലുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ, പഠിക്കുന്ന ആ കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റാൻ, അത് കേവലം ഒരു പ്രചാരണത്തിന് വേണ്ടിയല്ല, കേവലം ഒരു ആശയങ്ങളുടെ പ്രബോധനത്തിന് വേണ്ടിയല്ല, നമ്മുടെ ആഖിറം രക്ഷപ്പെടണമെന്നുള്ള താല്പര്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ, സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അടുത്ത ഭാവിയിൽ നമ്മുടെ ചാൻസുകൾ, നമ്മുടെ അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് അതിൻ്റെതായ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഇടപെടലുകളാക്കി, സാമീപ്യങ്ങളാക്കി മാറ്റാൻ സത്യത്തിൽ നമുക്ക് സാധിക്കുന്നത്. സുന്നത്തായ അമലുകൾക്ക് ഇതിൽ വലിയ പ്രാധാന്യമുണ്ട്. ലോകത്ത് എന്ന് നടത്തിയ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനങ്ങളുടെ അവസ്ഥകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും. ഇന്ന് ദീനി ദഅ്വാ രംഗത്ത് ആധുനിക സമൂഹത്തിലും ആധുനിക സംവിധാനങ്ങളുടെ പുരോഗതിയുടെ വളർച്ചയുടെ വെളിച്ചത്തിലുമൊക്കെ ആശയ പ്രചാരണങ്ങൾക്ക് ഇഷ്ടം പോലെ വഴികൾ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും കണ്ടെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം സിനിമകളെപ്പോലും അഭ്രപാളികളെപ്പോലും ആശയങ്ങളുടെ സംവേദനത്തിന് വേണ്ടി, ഇസ്ലാമിക ആശയ പ്രചാരണത്തിന് വേണ്ടി എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തപ്പെട്ടുകൂടാ എന്ന ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നല്ല, പടിഞ്ഞാറൻ ഇസ്ലാമിക പ്രബോധകരിൽ നിന്നല്ല, കൊച്ചു കേരളത്തിന്റെ പോലും മടിത്തട്ടിൽ നിന്ന് പുതിയ കാലഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങളും അത്തരം ചർച്ചകളും ഉയർന്നു വന്നു കഴിഞ്ഞു. ഇസ്ലാമിക സിനിമകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ആശയങ്ങളുടെ സംവേദനം നടത്തിക്കൂടാ എന്ന ചർച്ചകൾ നടക്കുന്നത് കേരളത്തിലെ മതപാഠശാലകളിലാണ്, നമ്മുടെ മതപാഠശാലകളിലാണ് എന്ന് പറയുന്ന വസ്തുത ഗൗരവത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ദഅ്വാ രംഗത്തെക്കുറിച്ചുള്ള ആലോചനകളുടെ വിപുലമായ രൂപങ്ങളും വിപുലമായ ചിത്രങ്ങളുമാണ് ഈ സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയല്ല. എന്തൊക്കെയാണെങ്കിലും ഇത് സംബന്ധമായി ആത്യന്തികമായി പറയാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ലോകത്ത് മീഡിയകളുടെ വളർച്ച, മാധ്യമങ്ങളുടെ വളർച്ച, ഏതൊക്കെ രീതിയിൽ ആശയങ്ങളുടെ പ്രചാരണത്തിന് കൈമാറ്റം ചെയ്യലുകൾക്ക് എന്തൊക്കെ വിധത്തിൽ നമുക്ക് മാധ്യമങ്ങളെ ആശ്രയിക്കാനും
അവലംബിക്കാനും സാധിക്കുമോ, ഏതൊക്കെ വഴികൾ അത് സംബന്ധമായി നമുക്ക് ആവിഷ്കരിച്ചെടുക്കാൻ സാധിക്കുമോ, ആ സാധിക്കുന്ന സർവ്വ വഴികളെക്കാളും ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ഫലപ്രാപ്തിയുണ്ട് എന്ന് 100% നമുക്ക് പറയാൻ കഴിയുന്ന വഴി, അത് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വഴി തന്നെയാണ്. ഫർളായ അമലുകൾക്ക് പുറമെ സുന്നത്തായ അമലുകളിൽ കൂടി നിഷ്കർഷത പുലർത്തിക്കൊണ്ട് കണിശത കാണിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അതില്ലാത്തതിന്റെ ദുരന്തം നമ്മൾ ഇഷ്ടം പോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേവാരംഗത്ത് നമുക്കിന്ന് പരിമിതികളില്ല, കുറവുകളില്ല. സിംബോസിയങ്ങൾ, സെമിനാറുകൾ, 10,000 തടിച്ചുകൂടുന്ന മഹാപ്രഭാഷണങ്ങൾ എല്ലാം ഇന്ന് നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു വിമർശനത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തി നോക്ക്. ഏറ്റവും ഇസ്ലാമിക അവബോധമുള്ള തലമുറ ജീവിക്കുന്നു എന്ന് ലോകോത്തരമായിട്ട് തന്നെ നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന കേരളത്തിൽ 10,000-ഓളം മദ്രസകളുടെ സാന്നിധ്യമുള്ള 15,000-ഓളം മദ്രസകളുടെ സാന്നിധ്യമുള്ള കേരളത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ മാത്രം 10,000-ഓളം മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ, പുതിയ തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെയൊക്കെ ക്രൈമുകളുടെ ചിത്രവും അതിന്റെ പട്ടികയും നമ്മൾ പരിശോധിച്ചു നോക്ക്. ഏത് കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ, നമ്മുടെ സമുദായത്തിന്റെ പങ്കും നേതൃപരമായ പങ്ക് തന്നെ അവിടെ ഇഷ്ടം പോലെ കാണാൻ കഴിയുന്ന രൂപത്തിലേക്കാണല്ലോ ഇന്നും കേരളത്തിന്റെ അവസ്ഥയുള്ളത്. അത് നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ? എന്തുകൊണ്ട് സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, സിംബോസിയങ്ങളുണ്ട്, മഹല്ല് തലങ്ങളിലും മഹല്ലിന്റെ പല ഭാഗങ്ങളിലുമായി നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളും ദീനീ ദഅ്വാ രംഗത്തെ വിവിധ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളുമൊക്കെ, ഇന്ന് ആകർഷകമായ പ്രവർത്തനങ്ങളുമൊക്കെ ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ നടക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിമർശന വിശകലനമാണ് നമ്മൾ നടത്തേണ്ടത്. സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മനസ്സാണ്. പറയുന്ന ആശയം കൽബിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സത്യത്തിൽ നമുക്കിവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൽബിൽ നിന്ന് കൽബിലേക്ക് ആശയം മാറുമ്പോഴേ ആശയം എത്തേണ്ടടുത്ത് എത്തുന്നുള്ളൂ. ചുണ്ടിൽ നിന്ന് കാതിലേക്ക് ആശയം മാറുമ്പോൾ കേവലം ആശയത്തിന് നിൽക്കാനുള്ള സമയത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം ആശയം നിൽക്കില്ല. അതാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടിരിക്കുന്ന, ലോകോത്തരമായി ഇന്ന് പ്രബോധന ദഅ്വാ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ശൂന്യത എന്ന് പറയുന്നതാണ്. ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്കാണ്. മിനൽ ഖൽബി ഇലൽ ഖൽബ് എന്ന് പറയുന്ന ഒരു തലം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രഭാഷകരുടെ കുറവില്ല. 10,000-ങ്ങളെ ചൂണ്ടുവിരൽ കൊണ്ട് നിർത്താൻ കഴിയുന്ന വിധത്തിൽ, ഉള്ളംകൈ കൊണ്ട് അമ്മാനമാടാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രഭാഷകർ നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, കുറ്റപ്പെടുത്താനല്ല, വിമർശിക്കാനല്ല, ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രഭാഷണങ്ങൾക്ക് അതിൻ്റെതായ തലങ്ങളിൽ എത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്നൊരു പ്രഭാഷകനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടം കൂടിയ ഒരു പ്രഭാഷകന്റെ പേര് പറയണമെന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ ഒരു പക്ഷെ പേര് പറയാൻ ഇഷ്ടം പോലെ പ്രഭാഷകരുടെ പേരുണ്ടാകും. പക്ഷെ ആലോചിച്ച് നോക്കേണ്ടത്, ഈ പ്രഭാഷണങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ, പ്രബോധന പ്രവർത്തനങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് വലിയുല്ലാഹി അത്തിപ്പറ്റ ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, സമകാലിക കേരളത്തിൽ അത്തിപ്പറ്റ ഉസ്താദിനോളം വലിയൊരു പ്രഭാഷകൻ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ പലപ്പോഴും നടത്താറുണ്ട്. പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകാറുള്ള ഒരു സംഗതിയാണ്. പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് വ്യക്തതയില്ല, ശബ്ദ സൗകുമാര്യതയില്ല, ശബ്ദമാധുര്യമില്ല, ഘനഗാംഭീര്യമായ പ്രഭാഷകന്റെ യാതൊരു വിധത്തിലുള്ള താളങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ അത്തിപ്പറ്റ ഉസ്താദിന്റെ സംസാരങ്ങൾക്കില്ല. പക്ഷെ ആലോചിച്ച് നോക്ക്, ഉസ്താദ് ഒരു സദസ്സിൽ വന്നാൽ, ഒരു വേദിയിലിരുന്നാൽ, ഒരു സദസ്സിലേക്ക് വന്നാൽ ആ സംസാരത്തിന് വേണ്ടി കാതോർക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ആരും ശബ്ദമുണ്ടാക്കരുതെന്ന് പറയേണ്ടി വരുന്നില്ല, ആരും മൗനം പാലിക്കാൻ ആവശ്യപ്പെടേണ്ടി വരുന്നില്ല. സംസാരം തുടങ്ങുമ്പോഴേക്ക് കാതുകൂർപ്പിക്കുന്ന സദസ്സിനെ നമ്മൾ കാണുന്നു. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത ആ സദസ്സിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്നു. ഒരാളും കസേരൊന്ന് അടുത്തേക്കിടണം, മുന്നിലുള്ള കസേരകൾ എല്ലാവരും സീറ്റുകളൊക്കെ നിറക്കണമെന്ന് പറയേണ്ടുന്നൊരു ഗതികേടുണ്ടാകുന്നില്ല. ഒന്ന് അടുത്തേക്ക് ഇരിക്കണമെന്ന് ആവശ്യപ്പെടേണ്ടുന്നൊരു ഗതികേടുണ്ടാകുന്നില്ല. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന യാഥാർത്ഥ്യമല്ലേ? എന്താണ് ഈ പ്രഭാഷണത്തിന്റെ വ്യത്യാസം? എന്താണ് ആ പ്രബോധനത്തിന്റെ വ്യത്യാസം? പറയുന്ന കാര്യം മിനൽ ഖൽബി ഇലൽ ഖൽബ്, പറയുന്ന കാര്യം മനസ്സിൽ നിന്നാണ് പറയുന്നത്. അത് സംസാരം, ആ സംവേദനം മനസ്സിനോടാണ്. മനസ്സിനോട് സംവദിക്കുമ്പോൾ അത് വല്ലാത്ത തരത്തിൽ പ്രതിഫലനം ചെലുത്തുകയും അത് വല്ലാത്ത തലത്തിൽ വല്ലാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ആ ഒരു തലം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതി നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാനൊരു വിശുദ്ധ പ്രഭാഷകനായിട്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നമുക്കുള്ള ഒരു കൂട്ടമായ കുറ്റപ്പെടുത്തലാണ്.
നമ്മൾ ആ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. സുന്നത്തായ കർമ്മങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് മുത്തഅല്ലിമുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മതവിദ്യാർത്ഥികൾ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തഅലീം മുത്തഅല്ലിം അടക്കം നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലടക്കം നമ്മൾ അമലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന അമലുകളെ നമ്മുടെ ജീവിതത്തിന്റെ കൂടി ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നേരത്തെ ഓടമ്പള്ളി മുഹമ്മദ് ഫൈസി നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി. സമൂഹം കാത്തു നിൽക്കുന്നു, സമൂഹം ഇന്ന് നഷ്ടബോധത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇമാമിൽ മിഹ്റാബിൽ നിൽക്കാൻ, മിമ്പറിൽ കയറാൻ സമൂഹത്തിന്, സമുദായത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേതൃത്വം കൊടുത്തതുപോലെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി ദാഹാർത്ഥമായ മനസ്സോടുകൂടിയാണ് ആളുകൾ ഇന്ന്, സമൂഹം ഇന്ന്, മഹല്ലുകൾ ഇന്ന് കാത്തിരുന്നു കൊണ്ടിരിക്കുന്നത്. ഈ ശൂന്യത നിറക്കാൻ, ഈ ശൂന്യത നികത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധ്യതയില്ലേ? നാളുകളിൽ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം സംവിധാനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ബാധ്യസ്ഥരായ ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ആ ബാധ്യത നിർവഹിക്കുന്ന രംഗം വരുമ്പോൾ, നമ്മുടെ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് യോഗ്യമാകണമെങ്കിൽ ഇന്നു തന്നെ അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനവും പരിശീലനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായേ തീരൂ. എങ്കിലേ നമുക്ക് നമ്മുടെ അടുത്ത ഭാവിയെ, നമ്മുടെ ഭാവിയെയും നമ്മുടെ അവസരങ്ങളെയും ആ രൂപത്തിൽ മാറ്റിയെടുക്കാനും ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. അതിനിപ്പോൾ തന്നെ അതിനനുസരിച്ചു കൊണ്ടുള്ള ശ്രമങ്ങളും അതിനനുസരിച്ചു കൊണ്ടുള്ള പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഒരു പ്രസംഗം നടത്തുമ്പോൾ പ്രസംഗത്തെക്കാൾ, പ്രഭാഷണത്തെക്കാൾ മുൻഗാമികളായ ആളുകളൊക്കെ കണിശമായ ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി കണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ. മഹാനായ അഅ്മശ്, താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് മഹാനായ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൗതുകകരമായ ഒരു ചരിത്രം, ഒരു സംഭവം മഹാനായ ഇമാം ഗസാലി തങ്ങൾ തന്റെ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ബസ്ര പള്ളിയിൽ അദ്ദേഹം ആകസ്മികമായി, അവിചാരിതമായി ബസ്രയിലെ പള്ളിയിൽ അദ്ദേഹം എത്തിപ്പെടുകയാണ്. ബസ്ര പള്ളിയിൽ അദ്ദേഹം എത്തുമ്പോൾ അവിടെ വലിയൊരു ഇൽമിന്റെ ഒരു മജ്ലിസ് ഉണ്ട്, ഒരു ഹൽഖയുണ്ട്. അദ്ദേഹം കൗതുകത്തോടുകൂടി, താല്പര്യത്തോടുകൂടി ഈ മജ്ലിസിന്റെ മധ്യത്തിൽ അദ്ദേഹം പോയിരിക്കുന്നുണ്ട്. മജ്ലിസിന്റെ മധ്യത്തിൽ പോയി, ഈ ഹൽക്കയുടെ മധ്യത്തിൽ പോയി ഇരുന്നു എന്നാണ്. മധ്യത്തിൽ പോയിരുന്നു അദ്ദേഹം. ഈ മജ്ലിസിന്റെ മധ്യത്തിൽ പോയിരുന്ന അദ്ദേഹം തന്റെ കക്ഷരോമം പറിക്കുന്ന, പരസ്യമായി കക്ഷരോമം പറിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഈ മജ്ലിസിനെ കുറിച്ച് ശ്രദ്ധിക്കുകയാണ്. പള്ളിയിൽ കയറിയ ഉടനെ പള്ളിയിലെ ഈ ഇൽമിന്റെ മജ്ലിസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. അതിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് അദ്ദേഹം വിലയിരുത്തുന്നു, അവലോകനം ചെയ്യുന്നു. അതിന്റെ ശേഷമാണ് അദ്ദേഹം ഈ ഹൽക്കയുടെ, ഈ മജ്ലിസിന്റെ മധ്യത്തിൽ പോയിരിക്കുന്നത്. മധ്യത്തിൽ പോയി ഇരുന്നിട്ട് അദ്ദേഹം ചെയ്യുന്നതോ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ ശ്രദ്ധിക്കുകയോ അദ്ദേഹത്തിന്റെ ക്ലാസ് വീക്ഷിക്കുകയോ അല്ല ചെയ്യുന്നത്. അദ്ദേഹം ഈ ഹൽക്കയുടെ മധ്യത്തിലിരുന്നു കൊണ്ട്, ഈ വട്ടത്തിന്റെ മധ്യത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം കക്ഷരോമം പറിച്ചു എന്നാണ്. സ്വാഭാവികമായും ഈ ക്ലാസ്സിന് നേതൃത്വം കൊടുക്കുന്ന, മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖിന് സ്വാഭാവികമായും അദ്ദേഹത്തിന് കോപം വന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ ഷെയ്ഖ് അലാ തസ്തഹി എന്ന് ചോദിക്കുന്ന ഇമാം ഗസാലി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്നാ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട അഅ്മശ് തങ്ങൾ ചോദിക്കുന്ന മറുപടി, ഇല്ലിമാ, ഞാൻ എന്തിന് ലജ്ജിക്കണം? അനഫി സുന്നത്തിൻ വ അൻത ഫീ കദിബിൻ. അനഫി സുന്നത്തിൻ വ അൻത ഫീ കദിബിൻ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തായ കർമ്മമാണ്, നിങ്ങളോ കളവാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനല്ല അമശു, ഞാനാണ് നിങ്ങളാ പറയുന്ന അമശ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം അഅ്മശ് ആ മജ്ലിസിൽ ഇടപെട്ടു എന്ന് ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാൻ കഴിയും. എന്തിനു വേണ്ടിയാണ് ഇത് പറയുന്നത്? പറയുന്ന കാര്യങ്ങൾ, പ്രഭാഷണമാകട്ടെ, പ്രസംഗങ്ങളാകട്ടെ, എഴുത്തുകളാകട്ടെ, പ്രബോധനത്തിന്, പ്രചാരണത്തിന്, ആശയങ്ങളുടെ കൈമാറ്റങ്ങൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഉപാധികൾ ഇതൊക്കെയാണല്ലോ. ഈ ഉപാധികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതൊരിക്കലും അസത്യമാകാതിരിക്കാൻ, അതൊരിക്കലും അടിസ്ഥാനരഹിതമായ ആശയങ്ങളോ വാചകങ്ങളോ ആവാതിരിക്കാൻ ഒരു ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് നിലകൊള്ളുന്നവൻ കണിശമായി ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഗൗരവത്തോടു കൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്, അധ്യാപനമാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഇതിലൂടെ സമൂഹത്തിന്, ലോകത്തിന് കൈമാറുന്നത്. ആലോചിച്ച് നോക്ക്, നമ്മളിന്ന് പ്രഭാഷണം നടത്തുമ്പോൾ, നമ്മളിന്ന് പ്രസംഗിക്കുമ്പോൾ, ആശയങ്ങൾ കൈമാറുമ്പോൾ ആരാണ് ഈ കണിശത പുലർത്താറുള്ളത്? ആരാണ് ഇത്തരം സൂക്ഷ്മത കാണിക്കാറുള്ളത്? പറയുന്ന ആശയങ്ങൾ, ഒരു സംഭവത്തിന് നമ്മൾ സാക്ഷിയാകുമ്പോൾ ആ സാക്ഷിയായ സംഭവം കൃത്യമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന രീതിയും ശൈലിയും നമ്മിൽ എത്ര ആളുകൾ സ്വീകരിക്കാറുണ്ട്? ശ്രദ്ധ, സൂക്ഷ്മത ഈ വിഷയത്തിൽ വേണമെന്നാണല്ലോ മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. സത്യം പ്രചരിപ്പിക്കുകയാണെങ്കിൽ പോലും,
പറയുന്നത് സത്യമാകുമ്പോഴും പ്രബോധനം ചെയ്യപ്പെടുന്ന ആശയം 100% സത്യമാകുമ്പോഴും സത്യത്തിന് വേണ്ടി അസത്യത്തെയോ അല്ലെങ്കിൽ കളങ്കമുള്ള തലങ്ങളെയോ കൂട്ടുപിടിക്കരുത് എന്നുള്ള ഗൗരവത്തോടുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നതിലൂടെ സമർപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് വളർന്നു വരുന്ന തലമുറ എന്നുള്ള നിലക്ക് ഞാൻ അടക്കമുള്ള നമുക്കൊക്കെ ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മത കാണിക്കാനുള്ള, ശ്രദ്ധ കാണിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അത് നിർവഹിക്കുന്ന ഘട്ടത്തിൽ അതിനുള്ള അവസരം ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായ സത്യസന്ധമായ രീതിയിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം തൊട്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശൈലികളും നമ്മുടെ ജീവിതത്തിന്റെ രൂപങ്ങളും മാറ്റിയെടുക്കാൻ കഴിയുമ്പോഴേ ഈ രംഗത്ത് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടുന്ന വിധം നമ്മുടെ കർമ്മങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു എന്ന് പറയാനും സമാശ്വസിക്കാനും നമുക്ക് അവസരം ലഭിക്കുന്നുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏത് കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും സച്ചരിതമായ വഴി അത് ആത്മീയമായ തലങ്ങളിൽ ഉയർന്നു നിന്നുകൊണ്ടാണ്. ആ ആത്മീയ തലങ്ങളിൽ ഉയർന്നു നിന്നുകൊണ്ടുള്ള പ്രബോധനം നിർവഹിച്ചപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അരനൂറ്റാണ്ട് കൊണ്ട് അർദ്ധഗോളം കീഴടക്കിയവർ എന്ന അപൂർവമായ ബഹുമതിക്ക് വിധേയരായവരാണ് മുസ്ലിം ലോകം എന്ന് പറയുന്നത്. ഒരുപാട് പടിഞ്ഞാറൻ ചരിത്രകാരന്മാർ അത്ഭുതത്തോടുകൂടിയല്ലേ ആ രംഗം രേഖപ്പെടുത്തിയത്. അരനൂറ്റാണ്ടിനുള്ളിൽ അർദ്ധഗോളം കീഴടക്കാൻ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞു എന്നാണ്. ലോകത്ത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ, ഒരു ആശയ സംവേദനത്തിന്റെ ചരിത്രത്തിൽ, ഒരു ഭരണകൂടത്തിന്റെ ചരിത്രത്തിൽ, ഒരു അധികാരവർഗത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വിപുലമായ തലങ്ങളിൽ ആശയങ്ങൾ എത്തിക്കുന്ന, കുറഞ്ഞ കാലം കൊണ്ട് ആശയങ്ങൾ എത്തിക്കുന്ന ഒരു ചരിത്രത്തിന്റെ വായന നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പടിഞ്ഞാറൻ ചരിത്രകാരന്മാർ അടക്കമുള്ളവരൊക്കെ അത്ഭുതത്തോടുകൂടി രേഖപ്പെടുത്തുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലഘട്ടം നമുക്കറിയാമല്ലോ. 10 ചില്ലാനം ഏകദേശം 10.5 കൊല്ലമാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ലേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിട പറഞ്ഞു പോയത്. ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഡ്വേർഡ് ഗിബൺ അത്ഭുതത്തോടുകൂടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണ കാലഘട്ടത്തെ കുറിച്ച് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട് ദ ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ, റോമൻ സാമ്രാജ്യം എന്തുകൊണ്ട് അധപ്പതിച്ചു, എന്തുകൊണ്ട് പതിച്ചു എന്ന കാര്യകാരണ സഹിതം അന്നത്തെ ലോകത്തിന്റെ ചിത്രം അനാവരണം ചെയ്യുന്ന എഡ്വേർഡ് ഗിബൺ മുസ്ലിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് അത്ഭുതത്തോടു കൂടിയാണ് രേഖപ്പെടുത്തിയത്. 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണത്തിന്റെ 10 വർഷ കാലഘട്ടത്തിനുള്ളിൽ 3600 നഗരങ്ങളെ, പട്ടണങ്ങൾ കീഴടക്കാനും വലിയ കോട്ടക്കൊത്തളങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് എഡ്വേർഡ് ഗിബൺ അത്ഭുതത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ചു നോക്ക്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നലകൾ വിലയിരുത്തിയാൽ കാണാൻ കഴിയും. ഭൗതികമായ സന്നാഹങ്ങളെല്ലാം മുസ്ലിങ്ങളുടെ വളർച്ചയിൽ എന്നും നിദാനമായിട്ടുള്ളത്. ബദർ അതിന്റെ ചരിത്രമാണ്. ബദർ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണമാണ്. ഭൗതികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം, ഭൗതികമായ കാൽക്കുലേഷൻ അപ്പുറം, ഭൗതികമായ സന്നാഹങ്ങൾക്കപ്പുറം ഇസ്ലാമിക സമൂഹത്തിന്റെ സഞ്ചാരത്തിന്റെ വഴിയിൽ എന്നും വാതിൽ തുറന്നു കൊടുത്തതും ആ വഴി സുഗമമാക്കിയതും ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിച്ച ആത്മീയമായ ശക്തിയാണ്. വിശ്വാസം എന്ന് പറയുന്ന വജ്രായുധം. ആ വജ്രായുധത്തെ ജീവിതത്തിന്റെ, മനസ്സിന്റെ ഏറ്റവും വലിയ ആയുധമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ്, ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്ന് നമുക്ക് ആ ഒരു തലങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നുവോ, എന്ന് ഈമാനിക തലങ്ങളിൽ നിന്ന്, ആത്മീയതയുടെ തലങ്ങളിൽ നിന്ന്, സുന്നത്തായ കർമ്മങ്ങളിൽ നിന്ന്, ശരീഅത്തിന്റെ അനുശാസനകളിൽ നിന്ന് മുസ്ലിം സമൂഹം പിന്നോട്ട് പോയോ, അന്ന് നമ്മൾ ഏറ്റവും പിന്നോട്ട് പോകുന്ന, ഏറ്റവും അധോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു സമുദായമായി നമ്മൾ മാറിയത് ചരിത്രം ഗൗരവത്തോടുകൂടി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതാ മുൻഗാമികൾ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. വലിയ ആയുധശക്തി മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഭൗതികമായ വലിയ സന്നാഹങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് എന്നും കൂടെ ഉണ്ടായിരുന്നത് ആത്മീയമായ ശക്തിയാണ്. വിശ്വാസം എന്ന് പറയുന്ന വജ്രായുധം. ആ വജ്രായുധത്തിന്റെ മുന്നിൽ സകല കണക്കുകൂട്ടലുകളും, ഭൗതികമായ കണക്കുകൂട്ടലുകളും വഴിമാറി സഞ്ചരിച്ചത് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. ഭൗതിക ലോകത്തോട് പുറംതിരിഞ്ഞു നിൽക്കുക, ഭൗതിക സുഖാഡംബരങ്ങളോട്, അലങ്കാരങ്ങളോട്, ആർഭാടങ്ങളോട്, സുഖോന്മത്തമായ ജീവിതത്തോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ആഖിറത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന
ആ ഒരു രീതിയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ സ്വീകരിച്ചിരുന്നത്. എന്ന് നമ്മൾ അങ്ങനെ ഒരു വഴിയിൽ സഞ്ചരിച്ചിട്ടുണ്ടോ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പേർഷ്യ ഇസ്ലാമിന് അധീനപ്പെടുന്നു, ബൈസന്റൈൻ ചക്രവർത്തിമാർ ഒന്നടങ്കം ഇസ്ലാമിക സമൂഹത്തിന് അധീനപ്പെടുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ ചരിത്രം വിലയിരുത്തിയാൽ കാണാൻ കഴിയും 2,40,000-ഓളം വരുന്ന 2,40,000-ഓളം വരുന്ന റോമൻ പട്ടാളക്കാരോട് കേവലം 30,000-ൽ ചില്ലാനം വരുന്ന മുസ്ലിം പടയാളികൾ ഏറ്റുമുട്ടിയതും അത്ഭുതകരമായ വിജയം വരിച്ചതും ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്, അംഗസംഖ്യകളെയും അംഗബലങ്ങളെയും ആയുധ സന്നാഹങ്ങളെയും തെറ്റിച്ചുകൊണ്ട്, ഭൗതികമായി ഒരു ആശയത്തിന്റെ വിജയത്തിന് വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ പ്രത്യക്ഷത്തിൽ നമ്മൾ അവലംബിക്കുന്നത് അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള വിജയം ഇസ്ലാമിക സമൂഹം നേടിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ഫക്കീറായി ജീവിച്ചു. ആ ഫക്രിലൂടെ, ആ ദാരിദ്ര്യം പ്രകടിപ്പിക്കുന്ന ജീവിതത്തിലൂടെ അദ്ദേഹം ലോകം കീഴടക്കി. പറഞ്ഞ നിബന്ധനകൾക്ക് മുന്നിൽ, അദ്ദേഹം പറയുന്ന ശാസനകൾക്ക് മുന്നിൽ, നിർദ്ദേശങ്ങൾക്ക് മുന്നിൽ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി ഒതുങ്ങി നിൽക്കുന്നത്, അനുസരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അൽ ബിദായ വന്നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ എത്ര വലിയ ആകർഷകമായ സംഭവങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയത്. ഹുർമുസാൻ എന്ന് പറയുന്ന യസ്ദിഗിർദിന്റെ, പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി മദീനയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. നമ്മുടെ പ്രബല ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയ സംഭവമാണ്. പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി മദീനയിലേക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ പോവുകയാണ്. ഒരു രാഷ്ട്രപ്രതിനിധി എന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹം തന്റെ ഏറ്റവും ഇന്ന് അമേരിക്ക, ബ്രിട്ടൻ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള സ്ഥാനമാണ് 6-ാം നൂറ്റാണ്ടിൽ, 5-ാം നൂറ്റാണ്ടിൽ, 6-ാം നൂറ്റാണ്ടിലൊക്കെ പേർഷ്യക്കും റോമൻ സാമ്രാജ്യത്തിനൊക്കെ ഉണ്ടായിരുന്നത്. അന്നത്തെ ഏറ്റവും വലിയ വൻശക്തിയായ പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധിയായി ഹുർമുസാൻ മദീനയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം കൂടെ ഒരുപാട് അംഗരക്ഷകർ കൂടെയുണ്ട്. മാത്രമല്ല, വില പിടിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വസ്ത്രം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ ആസകലം അങ്ങിങ്ങായി വില പിടിച്ച രത്നങ്ങൾ പതിച്ചിരുന്നു എന്നാണ്. തലയിൽ ധരിച്ച തൊപ്പിയിൽ, അദ്ദേഹത്തിന്റെ അംഗീകാരത്തിന്റെ സ്ഥാനത്തിന്റെ സൂചനയായി അദ്ദേഹം ധരിച്ചിരുന്ന തൊപ്പിയിൽ വില കൂടിയ രത്നങ്ങൾ പതിച്ചിരുന്നു. ഈ രത്ന കവചിതമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മദീനയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ കാണാൻ വേണ്ടി ഹുർമുസാൻ ചെന്നിട്ടോ അദ്ദേഹം മദീനയിൽ ചെന്നു ഉമറിന്റെ കൊട്ടാരം അന്വേഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ഉമറിന് കൊട്ടാരമില്ല. ഉമറിന്റെ കൊട്ടാരം ചോദിച്ചപ്പോൾ കുട്ടികൾ കാണിച്ചു കൊടുത്തത്, വഴി അന്വേഷിക്കുന്നവർ കാണിച്ചു കൊടുത്തത് ഈന്തപ്പന മട്ടൽ കൊണ്ടുണ്ടാക്കിയ ഒരു കുടിലാണ്. ആ കുടിലിൽ പോയി ഉമറിനെ അന്വേഷിച്ചു. വീട്ടിൽ നിന്ന് വീട്ടുകാര് പറഞ്ഞു അദ്ദേഹം പള്ളിയിലാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായും ഹുർമുസാനും അംഗരക്ഷകരും മദീന പള്ളിയിലേക്ക് പോയി. ഈന്തപ്പനയോലകൾ കൊണ്ട് മറച്ചുണ്ടാക്കി മദീന പള്ളിയിൽ പോയി. മദീന പള്ളിയിൽ കയറി ആസകലം പരിശോധന നടത്തി. പക്ഷേ ഒരു രാജകീയ അംഗീകാരത്തോടു കൂടിയുള്ള, അടയാളങ്ങളോട് കൂടിയുള്ള ഒരു വ്യക്തിത്വത്തെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അൽ ബിദായ വന്നിഹായയിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നത് കാണാൻ കഴിയും. പുറത്തിറങ്ങി കുറച്ചകലെ നടന്നപ്പോൾ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ അമീർ, നിങ്ങളുടെ ഖലീഫയെ കാണാൻ വേണ്ടി വന്നതാണ്, പേർഷ്യയിൽ നിന്ന് വന്നതാണ്, അദ്ദേഹം എവിടെയാണുള്ളത്? വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പള്ളിയിലാണെന്നാണ് പറഞ്ഞത്. കുട്ടികൾ പറഞ്ഞു, കുറച്ചു മുമ്പ്, അല്പസമയത്തിന് മുമ്പ് ഒരു സംഘം അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു, അവരുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു, പള്ളിയിൽ ഉണ്ടാകുമെന്ന് കുട്ടികൾ പറഞ്ഞു. വീണ്ടും അവർ പള്ളിയിലേക്ക് പോയി. അദ്ദേഹം പള്ളിയിൽ കിടന്നുണ്ടാകുമെന്ന് കുട്ടികൾ പറയുന്നുണ്ട്. വീണ്ടും ഈ സംഘം പള്ളിയിലേക്ക് പോകുന്നുണ്ട്. പള്ളിയിൽ ചെന്ന് ആസകൻ പരിശോധന നടത്തിയപ്പോൾ നേരത്തെ വന്ന വഫ്ദിന് വേണ്ടി, നിവേദക സംഘത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അണിഞ്ഞിരുന്ന സ്ഥാനവസ്ത്രം അദ്ദേഹം ചുരുട്ടിപ്പിടിച്ച് തലയിണ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ചെരുവിൽ കിടന്നുറങ്ങുന്നു. അദ്ദേഹത്തെ അവർ കണ്ടെത്തി. ഹുർമുസാന്റെ സംഘം ഉമറുൽ ഫാറൂഖ് തങ്ങളെ കണ്ടെത്തി. അത്ഭുതപ്പെട്ടു. അദ്ദേഹം ഉറങ്ങുകയാണ്. ഏതാണെങ്കിലും ഈ സംസാരത്തിനിടയിൽ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ചുറ്റുപാട് നിന്നുകൊണ്ടുള്ള ഈ സംസാരത്തിനിടയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉണർന്നു. കൂടെ നേരത്തെ അവരന്വേഷിച്ചിരുന്ന ഈ കുട്ടികളുടെ സംഘവും ഇവരുടെ കൂടെയുണ്ട്. അങ്ങനെ ഉണർന്നപ്പോ കുട്ടികൾ പറഞ്ഞു, ഇദ്ദേഹം പേർഷ്യയിൽ നിന്ന് വന്ന ആളുകളാണ്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നപ്പോൾ എല്ലാ അലങ്കാരങ്ങളോടും കൂടിയുള്ള വില പിടിച്ച അമൂല്യമായ വസ്തുക്കൾ അലങ്കരിച്ചുകൊണ്ടുള്ള ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, സ്ഥാനവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഹുർമുസാൻ നിൽക്കുന്നത്.
ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണ് മിഴിച്ചുകൊണ്ട് ഹുർമുസാനെ നോക്കുന്നുണ്ട്. നോക്കി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ മഹാനായ അല്ലാമ ഇബ്നു കസീർ ഈ അൽ ബിദായ വന്നിഹായയിൽ രേഖപ്പെടുത്തുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ചോദിച്ചു, ഫഖാല അൽ ഹുർമുസാൻ, നിങ്ങളാണോ ഹുർമുസാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഖാലു, അൽ ബിദായ വന്നിഹായയുടെ വാക്കാണ്. ഖാലു, അവർ കൂടി നിന്നവർ പറഞ്ഞു, അതെ അതെ. ഫതഅമ്മലഹു വതഅമ്മല മാ അലൈഹി. ഇബ്നു കസീർ, അല്ലാമ ഇബ്നു കസീറിന്റെ വാക്കുകൾ, ഫതഅമ്മലഹു വതഅമ്മല മാ അലൈഹി. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു മിഴിച്ചുകൊണ്ട് ഈ ഹുർമുസാനെയും അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങളെയും അദ്ദേഹം നോക്കി. എന്നിട്ട് പറഞ്ഞു, വഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ വ അസ്തഈനുല്ലാഹ്. അഊദു ബില്ലാഹി മിനന്നാർ വ അസ്തഈനുല്ലാഹ്. അല്ലാഹുവിനോട് ഞാൻ നരകത്തെ തൊട്ട് കാവൽ തേടുന്നു, ഞാൻ റബ്ബിനോട് സഹായം തേടുന്നു. എന്നിട്ട് പറഞ്ഞു, വഖാൽ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി അദല്ല ഹാദാ വ അശിയഅഹു. അൽഹംദുലില്ലാഹില്ലദി അദല്ല ഹാദാ വ അശിയഅഹു. ഇവനെയും ഇവന്റെ ആളുകളെയും നിന്ദ്യനാക്കിയ നീചനാക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റും നിൽക്കുന്ന മുസ്ലിങ്ങളോട് പറയുന്ന വാക്കുണ്ട്, യാ മഅശറൽ മുസ്ലിമീൻ, യാ മഅശറൽ മുസ്ലിമീൻ, തമസ്സകൂ ബിഹാദദ്ദീൻ, തമസ്സകൂ ബിഹാദദ്ദീൻ. നിങ്ങൾക്ക് കിട്ടിയ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ദീനിന്റെ ആശയങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഹ്തദൂ ബിഹദീ നബിയിക്കും, നിങ്ങളുടെ പ്രവാചകന്റെ ചര്യയെ നിങ്ങൾ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. വലാ യുബ്തിറന്നകുമുദ്ദുന്യാ ഫഇന്നഹാ ഗറാറത്തുൻ. ദുന്യാവ് നിങ്ങളെ അഹങ്കാരികളാക്കരുത്. എന്തുകൊണ്ട്? ദുന്യാവ് എന്നും വഞ്ചകനാണ്. വഞ്ചകനായ ദുന്യാവ് നിങ്ങളെ അഹങ്കാരികളാക്കരുത് എന്ന് പറഞ്ഞു. ഫഖാലൽ വഫ്ദു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇത്രയും പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചുറ്റും നിൽക്കുന്ന ഹുർമുസാന്റെ പ്രതിനിധികൾ പറഞ്ഞു, ഹാദാ മലിക്കുൽ അഹ്വാസ്. ഇദ്ദേഹം പേർഷ്യക്കാരുടെ രാജാവാണ്, പേർഷ്യക്കാരുടെ അധികാരിയാണ് ഇദ്ദേഹം. ഫകല്ലിമുഹു, നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പ്രതികരിക്കുന്ന വാക്ക് മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നില്ല. ഹുർമുസാനോട് സംസാരിക്കാൻ ഉമർ തയ്യാറല്ല. ഹത്താ ലാ യബ്ഖാ അലൈഹി മിൻ ഹുല്യതിഹി ശൈഉൻ. അദ്ദേഹം ഈ ധരിച്ച വസ്ത്രത്തിൽ നിന്ന്, അദ്ദേഹം ഈ അണിഞ്ഞ ജോഡിയിൽ നിന്ന് എല്ലാം അയാൾ മാറ്റി ഒഴിവാക്കുന്നത് വരെ ഉമർ അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറല്ല. ഫറമാ അൻഹു ബികുല്ലി ശൈഇൻ അലൈഹി ഇല്ലാ ശൈഅൻ യസ്തുറുഹു. അദ്ദേഹത്തിന്റെ നഗ്നത മറക്കാൻ ആവശ്യമുള്ള വസ്ത്രമല്ലാത്ത മറ്റെല്ലാം ഉമറിന്റെ നിബന്ധനയ്ക്ക് മുന്നിൽ ഹുർമുസാൻ എന്ന് പറയുന്ന പേർഷ്യൻ ഭരണാധികാരിയുടെ പ്രതിനിധി ഒഴിവാക്കി കളഞ്ഞു, എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുന്നു. വഅൽബസുഹു സൈബൻ സഫീഖൻ ഫകല്ലമഹു. എന്നിട്ട് അവർ അദ്ദേഹത്തെ ഉമറിനെ പോലെ കീറിപ്പറഞ്ഞൊരു വസ്ത്രം ധരിപ്പിച്ചു. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹുർമുസാൻ എന്ന് പറയുന്ന പേർഷ്യൻ രാജാവിനോട് സംസാരിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുകയില്ല. നമ്മൾ ഒരുപാട് തലങ്ങളിലുള്ള ആലോചനകൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഭൗതികത അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആർഭാടങ്ങളോടും അലങ്കാരങ്ങളോടും സുഖപ്രമത്തതകളോടുമുള്ള താല്പര്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്, ഒരു ലോകമാണ്, ഒരു ചുറ്റുപാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക തലങ്ങളിൽ, ഇസ്ലാമിക പ്രബോധന തലങ്ങളിൽ, ആശയ പ്രബോധന പ്രചാരണ തലങ്ങളിൽ വരും ഭാവിയിൽ വരും അടുത്ത കാലഘട്ടങ്ങളിൽ ദൗത്യം നിർവഹിക്കേണ്ടി വരുന്നെന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അത്തരമൊരു വഴിയിൽ എത്തിപ്പെടാൻ സൗഭാഗ്യം ലഭിച്ച തലമുറ എന്നുള്ള നിലക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടതാണ്. എത്ര കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ജീവിതത്തിന്റെ സന്ദേശങ്ങളെ ചേർത്തു പിടിക്കുന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ വെച്ചുകൊണ്ട് ദുനിയാവ് കീഴടക്കാൻ നമുക്ക് കഴിയും. വിശാലമാണ് ചരിത്രം. റബീഉ ഇബ്നു ആമിർ യസ്ദിജിർദിന്റെ കൊട്ടാരത്തിൽ പോകുന്ന സംഭവമുണ്ട്. ഖാദിസിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇതേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ നേതൃത്വത്തിൽ ഖാദിസിയ യുദ്ധം നടക്കുന്നു. ഖാദിസിയയിൽ ഒരു ഏറ്റുമുട്ടലിന്റെ തലങ്ങളിലേക്ക് പോവുകയാണ്. പേർഷ്യക്കാരുമായിട്ടാണ് ഏറ്റുമുട്ടൽ. സ്വാഭാവികമായും ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടി പേടിച്ചു വിറച്ച പേർഷ്യൻ രാജാവിന്റെ പ്രതിനിധി സൈനിക കമാൻഡറുടെ അടുക്കലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അനുരഞ്ജന ശ്രമത്തിന് പരിശ്രമിക്കുന്ന ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു യസ്ദിജിർദിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ കാണുന്നതിന് വേണ്ടി, സൈനിക കമാൻഡറെ കാണുന്നതിന് വേണ്ടി മഹാനായ റബീഉ ഇബ്നു ആമിർ എന്ന് പറയുന്ന തന്റെ പടയാളികളുടെ കൂട്ടത്തിലെ പ്രമുഖനായ മഹാവ്യക്തിത്വത്തെ അയക്കുന്നുണ്ട്. റബീഉ ഇബ്നു ആമിർ ചെല്ലുന്നു. ആരുടെ അടുക്കലാ ചെല്ലുന്നത്? യസ്ദിജിർദ് എന്ന് പറയുന്ന
പേർഷ്യൻ രാജാവിന്റെ പട്ടാളിക സൈനിക കമാൻഡറുടെ അടുക്കലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഹുർമുസാനെ പോലെ ഒരു സൈനിക കമാൻഡർ എന്നുള്ള നിലക്ക് പൂർണ്ണമായ അലങ്കാരങ്ങൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം. മാത്രമല്ല, അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്ന പരിസരം പോലും പരിപൂർണമായ അലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവർ സംഘടിപ്പിച്ചിരുന്നത്, സംവിധാനിച്ചിരുന്നത് എന്നാണ്. അവിടേക്കാണ് രബീ ഇബ്നു ആമിർ എന്ന് പറയുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പടയാളി കടന്നു ചെല്ലുന്നത്. ചെറിയൊരു കുതിരയിൽ പാറിപ്പറഞ്ഞ തല, അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ പലയിടത്തും കഷ്ണം വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ചെല്ലുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പേർഷ്യൻ രാജാവിന്റെ പട്ടാള കമാൻഡറുടെ അടുക്കിലേക്ക് പോയി. സ്വാഭാവികമായും എത്താവുന്നിടത്തോളം അദ്ദേഹം ഈ കുതിരപ്പുറത്ത്, തന്റെ കൊച്ചു കുതിരപ്പുറത്ത് ഒരു ആയുധങ്ങൾ മുഴുവനും ധരിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു ചെന്നിട്ടോ പരമാവധി കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ചെല്ലാവുന്നിടത്തോളം അദ്ദേഹം ചെന്നിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് അദ്ദേഹം ചരിത്രത്തിൽ കാണാൻ കഴിയും, കുതിരയെ അദ്ദേഹം കെട്ടിയിട്ടു. എവിടെയാണ് കെട്ടിയിട്ടത്? ഇദ്ദേഹത്തിന്റെ ഈ സൈനിക കമാൻഡറുടെ ഓഫീസിന്റെ പരിസരത്ത് വളരെ കമനീയമായി അലങ്കരിച്ചിരുന്ന ഫർണിച്ചറുകളിലൊന്നിൽ അദ്ദേഹം, ആ ഫർണിച്ചറുകളുടെ കാലുകളിലൊന്നിൽ രബീ ഇബ്നു ആമിർ എന്ന് പറയുന്ന പടയാളി തന്റെ കുതിരയെ കെട്ടിയിട്ടു. എന്നിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം ചെന്നപ്പോൾ സ്വാഭാവികമായും പരിവാരം പറഞ്ഞു, പട്ടാളക്കാർ പറഞ്ഞു, അംഗരക്ഷകർ പറഞ്ഞു, സിലാഹക്ക, ആയുധവുമായി നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കാൻ പാടില്ല, ആയുധം താഴെ വെക്കണമെന്ന് പറഞ്ഞു. രബീ ഇബ്നു ആമിർ പറഞ്ഞു, നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്, ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്, ഞാൻ എന്റെ സ്വന്തം താല്പര്യത്തിന് വന്നതല്ല. ഇങ്ങനെ എന്നെ അനുവദിക്കുമെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞു. ഇത്രയും ആയപ്പോൾ നേരത്തെ സൈനിക കമാൻഡർ ഈ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വിടുക, അദ്ദേഹം വരുന്നത് പോലെ വരട്ടെ എന്ന് പറഞ്ഞ് രബീ ഇബ്നു ആമിറിനെ വിടാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. രബീ ഇബ്നു ആമിർ കടന്നുപോയി. എങ്ങനെയാണ് കടന്നുപോയത്? അദ്ദേഹത്തിന്റെ കുന്തം, മൂർച്ചയുള്ള കുന്തം അദ്ദേഹം താഴ്ഭാഗത്തേക്ക് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് കടന്നുപോയി. കടന്നു പോകുമ്പോ അവിടെ വിരിച്ചിരുന്ന പരവതാനിയുടെ മഹാഭൂരിഭാഗവും ഇദ്ദേഹത്തിന്റെ രബീ ഇബ്നു ആമിറിന്റെ കുന്തം വലിച്ചു പോയപ്പോ ആ കുന്തത്തിന്റെ മുനയേറ്റ് കീറിപ്പറിഞ്ഞു പോയി എന്ന് വരെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കാലഘട്ടത്തിൽ പരിശുദ്ധമായ ശരീഅത്തിന്റെ, പ്രത്യേകിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ജീവിതത്തിന്റെ സന്ദേശങ്ങളുടെ കൂടെ നിൽക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിഞ്ഞിട്ടുണ്ടോ, അവിടെ ലോകം മുസൽമാന്റെ മുന്നിൽ, മുസ്ലിം ലോകത്തിന്റെ മുന്നിൽ നിഷ്ക്രിയമായി നോക്കി നിന്നിട്ടുണ്ട്. നിസ്സഹായമായി മുസ്ലിം ലോകത്തിന്റെ സഞ്ചാരങ്ങൾക്ക് മുന്നിൽ അവർ വഴികൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് മുസ്ലിം ലോകത്തിന്റെ ചരിത്രമാണ്, ഇന്നലകളിൽ വായിക്കാൻ കഴിയുന്ന സംഭവമാണ്. അതുകൊണ്ടാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയിലെ കൈറുവാൻ പട്ടണം ഉണ്ടാക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് ബർബറികൾ താമസിക്കുന്ന ആഫ്രിക്ക ഇരുണ്ട ഭൂഖണ്ഡമാണല്ലോ. ഇന്നും ഇരുണ്ട ഭൂഖണ്ഡം എന്ന പേരിലാണ് ആഫ്രിക്ക അറിയപ്പെടുന്നത്. കൂടുതൽ വനാന്തരങ്ങളാണ്, കൊടുങ്കാടുകൾ നിറഞ്ഞ വനാന്തരങ്ങളിലേക്ക്, ആഫ്രിക്കയിലേക്ക് ബർബറികൾ മാത്രം താമസിക്കുന്ന, കാട്ടാളന്മാർ മാത്രം താമസിക്കുന്ന ഇടങ്ങളിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്ന രംഗമുണ്ട്. അദ്ദേഹം ചെല്ലുമ്പോൾ സ്വാഭാവികമായും ബർബറുകൾ കാട്ടാളന്മാരാണ്. ബർബറിസം എന്ന വാക്കുപോലും ഇന്ന് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കാട്ടാളത്വത്തിന്റെ ഒരു പ്രയോഗമായിട്ടാണ് ഡിക്ഷണറിയിൽ കാണാൻ കഴിയുക. ബർബറിസം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് കൊടുക്കുന്ന അർത്ഥം കാട്ടാളത്വം എന്നാണ്. അപ്പൊ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സമൂഹമാണ് ഈ ആഫ്രിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ഇസ്ലാമിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പട്ടാളക്കാർ ആഫ്രിക്കയിലേക്ക് പോകുകയാണ്. അങ്ങനെ പോയി അവരെ സ്വീകരിക്കാൻ ആളുകളില്ല, സൗകര്യം ചെയ്തു കൊടുക്കാൻ യാതൊന്നും അവരുടെ മുന്നിലില്ല. ഇവിടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാമ ഇബ്നു അസീർ തന്റെ അൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന സംഭവമുണ്ട്. അദ്ദേഹത്തിന് ഉഖബ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങളെ സ്വീകരിക്കാനോ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ചെയ്തു കൊടുക്കാനോ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത പ്രദേശത്ത് അദ്ദേഹം എത്തുന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു സംഭവം, അദ്ദേഹം അതിനെ നേരിടുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം ഉഖബ റളിയല്ലാഹു അൻഹു കൊടുങ്കാട്ടിന്റെ ഒരറ്റത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ്. ഉഖബ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. ആരോടാ പ്രസംഗിക്കുന്നത്? ബർബറികളോടല്ല പ്രസംഗം, കാട്ടാളന്മാരോടല്ല പ്രസംഗിക്കുന്നത്. അദ്ദേഹം പ്രസംഗിക്കുന്നത് കൊടുങ്കാട്ടിലുള്ള ഹിംസ്ര ജന്തുക്കളാണ്. ആ പ്രസംഗം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്:
ഓ കൊടുങ്കാട്ടിലെ ഹിംസ്ര ജന്തുക്കളെ, കൊടും വിഷമുള്ള മാരക വിഷമുള്ള പാമ്പുകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉഖബത്ത് ബിൻ നാഫി റളിയല്ലാഹു അൻഹു തന്റെ പ്രസംഗം ആരംഭിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്, അനുചരന്മാരാണ്. ഇർഹലു അന്ന, നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് പോകണം, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നത് ബർബറികളോടല്ല, കാട്ടാളന്മാരോടല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് കൊടുങ്കാട്ടിലെ ഹിംസ്ര ജന്തുക്കളോടാണ്, മാരക വിഷമുള്ള പാമ്പുകളോടാണ്, തേളുകളോടാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. ഇർഹലു അന്ന, നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഫഇന്നാ നാസിലൂൻ, കാരണം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ താമസിക്കുന്ന കൊടുങ്കാട് ഞങ്ങൾ താമസത്തിന്റെ ഇടമാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അപായം സംഭവിക്കാതിരിക്കാൻ, അപകടം സംഭവിക്കാതിരിക്കാൻ ഒരു സൗകര്യാർത്ഥം നിങ്ങൾ ഇവിടെ നിന്ന് നേരത്തെ പോകണം. ഫമൻ വജദ്നാഹു ബഅദ ദാലിക, ഇതൊരു മുന്നറിയിപ്പാണ്, ഇത് നിങ്ങൾക്കൊരറിയിപ്പാണ്. ഫമൻ വജദ്നാഹു ബഅദ ദാലിക, ഇതിനുശേഷം ആരെയെങ്കിലും ഈ കാട്ടിൽ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഹിംസജന്തുക്കളും പാമ്പുകളും അടങ്ങുന്ന വല്ലതിനെയും ഇതിനു ശേഷം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഫഖതൽനാഹു, അവയെ ഞങ്ങൾ കൊന്നുകളയും എന്ന് അദ്ദേഹം ഈ പാമ്പുകളെ നോക്കി, ഹിംസ്ര ജന്തുക്കളെ നോക്കി അദ്ദേഹം ഈ കാടിന്റെ ഒരറ്റത്തിൽ നിന്ന് പ്രസംഗിച്ചു എന്നാണ് ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത്. ആ ദിവസത്തിൽ ആളുകളൊക്കെ കണ്ടു, മൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളെയും ചുമന്നുകൊണ്ട് അടുത്ത കാട്ടിലേക്ക് പോകുന്നു. വതൻ തഖ്ലു, കാട് ഒഴിവാക്കി അടുത്ത കാടുകളിലേക്ക് പോകുന്നു. ഇന്ന് ക്യാമറകളും ഇഷ്ടം പോലെ പിടിച്ചെടുക്കാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ സംവിധാനങ്ങൾ പുരോഗമിച്ചൊരു കാലഘട്ടമായതുകൊണ്ട് ഇന്നെങ്ങാണ്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലൈവായിട്ട് നമുക്ക് അത്തരം കാഴ്ചകൾക്ക് നമുക്ക് അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷെ അതില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് ചരിത്ര വായനയിൽ നിന്ന് കാൽപ്പനികമായി ഉൾക്കൊള്ളാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ മൃഗങ്ങളൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെയുമായി തൊട്ടടുത്ത കാട്ടിലേക്ക് പോയി എന്നാണ്. ഫറആഹു ഖബീലുൻ കസീറുൻ മിനൽ ബർബർ, ഫറആഹു ഖബീലുൻ കസീറുൻ മിനൽ ബർബർ, ഈ രംഗത്തിന് ബർബറികളായ ധാരാളം ഗോത്രക്കാർ ഇത് ഈ കാഴ്ചക്ക് അവർ വിധേയരായി ഈ രംഗം അവർ കണ്ടു. അങ്ങനെ ഫഅസ്ലമു, അവരെല്ലാവരും മുസ്ലിമായി. ഫഅസ്ലമു, അവരെല്ലാവരും മുസ്ലിമായി എന്ന് അല്ലാമ ഇബ്നു അസീർ തന്റെ അൽ കാമിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ സംഭവം. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്തിനു വേണ്ടി ഇത് പറയുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ ഒരുപാട് ഇന്നലകളിലേക്ക് പരിശോധിച്ചു നോക്കണം, മറിഞ്ഞു നോക്കണം, തിരിഞ്ഞു നോക്കണം. അത്ഭുതങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ചത് ആത്മീയതയാണ്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സന്ദേശം, അത് കളങ്കമില്ലാതെ, കലവറയില്ലാതെ, അത് നിഷ്കളങ്കമായ മനസ്സോടുകൂടി, ശ്രദ്ധയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ നമ്മുടെ മുൻഗാമികൾ തയ്യാറായപ്പോൾ അവരുടെ മുന്നിൽ എല്ലാം വളരെ വ്യക്തമായിട്ട്, എല്ലാ ശക്തിയും അവരുടെ മുന്നിൽ വഴിമാറി കൊടുക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു. സഅദ് റളിയല്ലാഹു അൻഹു യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദി മുറിച്ച് കടക്കുന്ന സംഭവമില്ലേ, ഖാദിസിയ യുദ്ധം അവസാനിപ്പിക്കുന്നു. ഖാദിസിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരം കീഴടക്കാൻ ഇവിടെ നിന്ന് ഖാദിസിയയിൽ നിന്ന് അപ്പുറം പറ്റണം. അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ജലയാത്രക്ക് ഉപയോഗിക്കാവുന്ന യാതൊരു വഴിയും അവരുടെ മുന്നിലില്ല. തോണികളില്ല, കപ്പലുകളില്ല. അത്തരം ഒരു മുന്നൊരുക്കത്തോടുകൂടി അവര് മദായിനിലേക്ക് വന്നിട്ടുമില്ല. മദായിലേക്ക് എത്തണമെങ്കിൽ, ഖാദിസിയയിൽ നിന്ന് മദായിലേക്ക് എത്തണമെങ്കിൽ ടൈഗ്രീസ് നദി മുറിച്ചു കടക്കണം. ഇവിടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള പട്ടാരക്കാളെ വിളിച്ചു വരുത്തി. ഫജമഅന്നാസ സഅദ്, സഅദ് റളിയല്ലാഹു അൻഹു പട്ടാളക്കാരെയൊക്കെ വിളിച്ചു വരുത്തി ടൈഗ്രീസ് നദിയുടെ ഓരത്തിരുത്തി. എന്നിട്ടോ ഫഹമിദല്ലാഹ വ അസ്നാ അലൈഹി, ഫഹമിദല്ലാഹ വ അസ്നാ അലൈഹി, അല്ലാഹുവിനെ ഹംദും സനാഉം നടത്തി. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അൽ ആൻ അലാ ഇന്നി ഖദ് അസംതു അലാ ഖത്ഇ ഹാദൽ ബഹരി ഇലൈഹിം, ഞാൻ ഈ ടൈഗ്രീസ് നദി മുറിച്ചു കടന്ന് അവിടേക്കെത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ടൈഗ്രീസ് നദി മുറിച്ചു കടന്ന് അപ്പുറമെത്താൻ, മദായിൻ പട്ടണത്തിലേക്ക് എത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തന്റെ സഹ പട്ടാളക്കാരോട് ടൈഗ്രീസ് നദിയുടെ ഓരത്തവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പ്രസംഗം നടത്തുന്നുണ്ട്. ഫഖാലു ജമിയൻ, അവരൊന്നടങ്കം പറഞ്ഞു, പട്ടാളക്കാരൊന്നടങ്കം പറഞ്ഞു, അസമ റളിയല്ലാഹു അൻഹു ആളുകളൊക്കെ, പട്ടാളക്കാരെയൊക്കെ ടൈഗ്രീസ് നദി മുറിച്ചു കടക്കാനുള്ള അനുമതി കൊടുത്തു. അനുമതി കൊടുത്തത് എങ്ങനെയാണ്? വഖാല, അദ്ദേഹം പറഞ്ഞു, ഖൂലു നസ്തഈനു ബില്ലാഹ്, ഖൂലു നസ്തഈനു ബില്ലാഹ് വനതവക്കലു അലൈഹി ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വല്ലാഹി ലയൻസുറന്നഹു അല്ലാഹു വലിയഹു വലയുളിഹിറന്ന ദീനഹു വലയഹ്സിമന്ന അദുവഹു വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് ചൊല്ലാനാ പറഞ്ഞത്.
സഅദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള പട്ടാളക്കാരോട് പറഞ്ഞു, എല്ലാവരും ഒന്നിച്ച് പറയണം, നസ്തഈനു ബില്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുന്നു, വന തവക്കലു അലൈഹി, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു മതി, നമുക്ക് അള്ളാഹു മതി, വല്ലാഹി ലയൻസുറന്നഹുല്ലാഹ്, നിശ്ചയം ലയൻസുറന്നല്ലാഹു വലിയഹു, തീർച്ചയായും അള്ളാഹു അവന്റെ ആളുകളെ അള്ളാഹു തആല സഹായിക്കും, വലയുദ്ഹിറന്ന ദീനഹു, അവന്റെ ദീനിനെ അവൻ പരസ്യമാക്കും, വലയഹ്സിമന്ന അദുവഹു, അവന്റെ ശത്രുവിനെ അവൻ പരാജയപ്പെടുത്തും, വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്റാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പട്ടാളക്കാരോട് ചെല്ലാൻ പറഞ്ഞു. അവരൊന്നടങ്കം ഈ ദിക്ർ ചൊല്ലി കുതിരപ്പുറത്ത് കയറി, വാഹനപ്പുറത്ത് കയറി, കരയിൽ നിന്ന് നേരെ ടൈഗ്രീസ് നദിയിലേക്ക് ഫതലാഹഖന്നാസു ഫീ ദജ്ല, ടൈഗ്രീസ് നദിയിൽ ആളുകൾ ഒന്നിച്ചു പോയി എന്നാണ്. വഹും യതഹദ്ദസൂന കമാ യതഹദ്ദസൂന ഫിൽ ബർ, കരയിൽ സംസാരിക്കുന്നത് പോലെ കടലിൽ സംസാരിച്ചുകൊണ്ടാണ് അവർ മദായിൻ പട്ടണത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വളരെ സത്യസന്ധമായി നമ്മുടെ മുൻഗാമികൾ ചരിത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വസ്തുതകളാണ്. ഇങ്ങനെ ചെയ്യാൻ, ഈ രീതിയിൽ ആശയങ്ങളുടെ പ്രചാരണത്തിന് മുസ്ലിം ഉമ്മത്തിന്റെ മുന്നിൽ വഴികൾ എളുപ്പമാക്കി പടച്ചറമ്പ് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രകൃതി പോലും ഇസ്ലാമിക സമൂഹത്തിന്റെ സഞ്ചാരങ്ങൾക്ക് മുന്നിൽ വഴി തുറന്നു കൊടുത്തുവെങ്കിൽ, അതിന്റെ ചാലകശക്തിയായത്, അതിന്റെ പിന്നിലുള്ള കാന്തിക ശക്തിയായി മാറിയത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സന്ദേശത്തെ ചേർത്തു പിടിച്ചതാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രചോദനമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിന്റെ ഏറ്റവും സുഗമമുള്ള വഴിയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. മുതഅല്ലിമുകൾ എന്നുള്ള നിലക്ക് പഠിക്കുന്നത് അവനവന്റെ സാഹചര്യവും അവസരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്പാൽപമായി ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, സംശുദ്ധമായ ജീവിതത്തിന്റെ ആത്മാവിന്റെ മനസ്സിന്റെ ഉടമകളായി മാറുകയാണെങ്കിൽ, യാതൊരു സംശയവുമില്ല, അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും നമുക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.